നോക്കടി, എങ്ങനെയുണ്ട് നമ്മുടെ ബുദ്ധി? ഇന്ന് പാറക്കുട്ടിയും മുത്തും തമ്മിൽ പിണങ്ങാൻ പോവാ. അതെ അതെ, നമ്മൾ എത്ര കാലമായിട്ട് ശ്രമിക്കുന്നതാ അവരെ തമ്മിൽ അകറ്റാൻ. ഇത് ഇത്ര പെട്ടെന്ന് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഞാനും ഡുണ്ടു, നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? വേണോന്നോ? വേണം മണിക്കുട്ടി. മമ്മിയോട് നല്ലൊരു പാലട പായസം ഉണ്ടാക്കി തരാൻ പറ. അത് മാത്രാക്കണ്ട, കടിച്ചു മുറിക്കാനേ വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അല്ലേ മണിക്കുട്ടി? അല്ല പിന്നെ, നമുക്കിതൊന്ന് ആഘോഷിക്കണം. മതി മതി, കൺകുളിർത്ത് കണ്ടു. ഇനി നമുക്ക് പോവാം. ഇനി പാറക്കുട്ടി അവളെ ഈ ജീവിതത്തിൽ വിശ്വസിക്കൂല. കാരണം അമ്മാതിരി പണിയല്ലേ അവൾക്ക് കൊടുത്തേക്കുന്നേ. അതെ അതെ, ചീഞ്ഞ മുട്ടപ്പണി. നമ്മുടെ കയ്യിലൊക്കെ കുറച്ച് നാറിയാലെന്താ? അവര് തമ്മില് തെറ്റിപ്പിക്കാൻ പറ്റിയല്ലോ നമുക്ക്. ഡുണ്ടു, എനിക്ക് സന്തോഷം കൊണ്ട് കൂവാൻ തോന്നാ. ഇപ്പൊ ഞാൻ കൂവി കഴിഞ്ഞാല് നമ്മളാണ് ആ പണി കൊടുത്തെന്ന് അവര് വിചാരിക്കും. അയ്യോ, നീ അബദ്ധമൊന്നും കാണിക്കല്ലേ മണിക്കുട്ടി. അവൾക്കിട്ടൊരു പണി കൊടുത്തതൊന്നും നല്ലപോലെ ഏറ്റതാ. അത് നീയായിട്ട് കുളമാക്കരുത്. ശിവേച്ചി, ശിവേച്ചി എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ശിവേച്ചി. ഞാൻ എന്റെ പാറുവിനോട് ഞാൻ അങ്ങനെ ചെയ്യുവോ? എന്നാലും ചീഞ്ഞ മുട്ട കൊടുത്തത് ശരിയായില്ല. ഇനി എങ്ങനെയാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നേ? എനിക്കാകെ പടിയുണ്ടായിരുന്ന കോട്ടായിരുന്ന ഇവര് അതുകൂടി ഇല്ലാതായ. എന്നാലും എന്നെ വിശ്വസിക്കൂലേ നിങ്ങള്? ടീച്ചറേ, മുത്തുചേച്ചി കയ്യിനെ കണ്ടിട്ട് കയ്യമ്മക്ക് കരച്ചില് വരുന്നുണ്ട്. കയ്യമ്മളിപ്പോ കരയും. ജിമിലോ, ആ അടുക്കാട്ട് പോരില്ലേ? ഇത്തിരി ചാണകം എന്താ ചെടിക്കിട്ട് കൊടുക്കാനായിരുന്നു. ഉമ്മച്ചിയെ വേണ്ടട്ടോ, വലിയമ്മായി നല്ലും കേക്കും ഉമ്മച്ചിക്ക്. ഈ പിശാച് പിടിച്ച കുട്ടി എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ചാണകല്ലേ, അതിനെന്താ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടേനും. കുറച്ച് തെരഞ്ഞിനിപ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ഇമ്മച്ചിയെ ഞാൻ പറയുന്നു, കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കണ്ട. പാത്തു, ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ആരെങ്കിലും ഒരു സാധനം ചോദിച്ചുമ്പോ നമ്മൾ ഇങ്ങനെ പറയാ? നല്ല കുട്ടികൾക്ക് ചേർന്ന സ്വഭാവമല്ല കേട്ടോ അത്. ആ, എന്നാലേ ഉമ്മച്ചി അങ്ങനെ കൊടുത്തോക്ക്. വലിയ കണ്ടും കൊണ്ട് വന്നോക്കട്ടെ. പറയും പോലെ ആ ഭദ്രകാളി കൊലുസ് ടീച്ചർ കാണുമ്പോഴേക്കണോ വേഗം എടുത്തു തന്നാ മതിയായിരുന്നു. ജിമിലു, ഒന്ന് വേഗം എടുത്തു കാട്ടെ. അവളോടൊക്കെ പിന്നെ സംസാരിക്കാന്ന്. കണ്ടോ, ഓലേ വല്യമ്മനോട് തെറ്റിക്കാണ്. വല്യമ്മ കണ്ട എന്തായാലും വഴക്ക് പറയും. ഉമ്മച്ചിയെ വേണ്ടട്ടോ. ഇതൊന്നും അങ്ങനെ മാറി നിന്ന പാത്തു. ഞാൻ മാറി നിൽക്കുക ചെയ്യാ, പക്ഷെ ഞാൻ പറയുന്നത് പറഞ്ഞിക്കണോ? വല്യമ്മ വന്നാലേ ഉമ്മച്ചിക്കരം കേൾക്കാം. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ. ആ, ഇത്തിരി ചാണകം കൊടുത്തിട്ടേ ഇന്നങ്ങോട്ട് പുറത്താക്കാനേ പുറത്താക്കട്ടെ വല്യമ്മ. ഉമ്മച്ചിയെ വേണ്ട വേണ്ട വേണ്ട, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. ഷോ, ആ പീക്കിരി പെണ്ണ് എന്തിനാ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? ആ കൊച്ചു ടീച്ചർ കണ്ടുകൊണ്ട് വന്ന ആകെ പ്രശ്നമാവുമ്പോ അപ്പോഴേക്കും പെട്ടെന്ന് ഇത്തിരി കിട്ടിയാൽ മതിയായിരുന്നു. ഉമ്മച്ചി വേണ്ട, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. പെണ്ണെ മുണ്ടാതിരുന്നട്ടോ, ഞാനിപ്പോ തന്റെ തൊള്ളേക്കാണ് കിട്ടിയത്. ഇവിടെ വെറുതെ കിടക്കണ ചാണകം ഓൾക്ക് എന്തിനാപ്പോ? എന്റെ ദൈവമേ, കൊച്ചു ടീച്ചറെ കിട്ടിക്കോളും ഉമ്മച്ചിക്ക് ഇനി നല്ലോണം. ഇവളിപ്പോ എവിടേക്കാ പോയി? ഓൾക്കിപ്പോ ചാണകവും വേണ്ടേ? അല്ല ജമീലോ, എന്താ ഇവിടെ നമുക്ക് പരിപാടി? അതമ്മ ഞാനേ പറയേ,
പൊട്ടിക്കണം. അതെ അതെ, അതെന്തായാലും വേണം. അവൾക്ക് എല്ലാത്തിനും കൂട്ടുണ്ടായിരുന്നത് ഒരു പാറക്കുട്ടിയല്ലേ. അവളെന്ന് തെറ്റി കഴിഞ്ഞിരിക്കണോ. ഇനി ഒരിക്കലും അവളോട് മിണ്ടൂല അവള്. ഷുവറാണോടി? ആണോന്നോ? മമ്മിക്ക് എന്താ ഒരു സംശയം? ഉറപ്പാണ് മമ്മി. അവര് തമ്മിൽ ഇനി മിണ്ടില്ല. എന്റെ മമ്മിയാണ് സത്യം. അതെ അതെ, അമ്മാതിരി പണിയാ നമ്മൾ കൊടുത്തിരിക്കുന്നേ. അവൾക്ക് ആദ്യമുള്ളൊരു ആശ്വാസ ആ പാറക്കുട്ടി. അവള് പിണങ്ങിയ അവളുടെ കൊമ്പൊന്ന് ഒടിഞ്ഞു കിട്ടും. ആ പെണ്ണുള്ളതാ അവളുടെ അഹങ്കാരം. ആന്റി, സമയം കളയല്ല ആന്റി. നല്ലൊരു പായസം വെക്ക്. നല്ലപോലെ മധുരമായിക്കോട്ടെ. ഇന്ന് നമുക്ക് മധുരം കൂടിയാലും കുഴപ്പമില്ല. സന്തോഷമുള്ളൊരു ദിവസമല്ലേ ഇന്ന്. അതെ 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 അതെ. മമ്മി, ഞങ്ങളുടെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അല്ല, ആ കുരിപ്പ് എവിടെ? അവള് വന്നിട്ട് വേണം ഇവിടുത്തെ ജോലി മൊത്തം ചെയ്യിപ്പിക്കാൻ. മമ്മി, മമ്മി ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. അവളെ ഇപ്പൊ തന്നെ വന്നോളും. അപ്പോഴേ മമ്മി വീട്ടിലുള്ള എല്ലാ ജോലിയും അങ്ങ് കൊടുത്തേക്ക്. അതെ അതെ, അവൾ ഒരു മടിയും കൂടാതെ ചെയ്തോളൂ ഇനി. എന്നാലും എന്ത് പണിയാ മോളോ? എനിക്ക് അറിയാഞ്ഞിട്ടേ ഭയങ്കര ആകാംക്ഷ. ഒന്ന് പറഞ്ഞു താ മോളോ. എന്നാ മമ്മി കേട്ടോ. ഇത് കേട്ടിട്ട് പോയിട്ട് പായസം ഉണ്ടാക്കിയാ മതി. അപ്പൊ പായസം ഒന്നുകൂടി രുചി കൂടും. അത് പിന്നല്ലേ ആന്റി. പെട്ടെന്ന് പറ. പാറക്കുട്ടിയോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ടും പാറ എന്നെ വിശ്വസിച്ചില്ല. എനിക്ക് ആകെയുള്ള ഇന്ന് കൂട്ടല്ലായിരുന്നു അവര്. അത് നഷ്ടപ്പെട്ട പിന്നെ എനിക്കാരുള്ളത്. എനിക്ക് സങ്കടമൊക്കെ പറഞ്ഞു കരയാൻ പോലും ഇനി ആരും ഇല്ലല്ലോ. എന്തിനാ കുട്ടിയെ ഇങ്ങനെ കരഞ്ഞു പോകുന്നേ? ഒന്നല്ല മുത്തശ്ശി, എന്റെ കണ്ണിലൊരു കരട് പോയതാ. അത് ഞാൻ വിശ്വസിക്കൂല. ഒരു കരട് പോയേനെ. നീ ഇങ്ങനെ കരയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ വലിയ കരടല്ലേ നിന്റെ ചെറിയമ്മ. അത് സഹിക്കുന്ന കുട്ടിയല്ലേ നീ? എന്നിട്ടാണോ നീ കരട് പോയെന്നും പറഞ്ഞ് എങ്ങനെ നിലവിളിക്കുന്നത്? മോർണിംഗ് അടുത്ത് വാ മോളെ. എന്താ എന്താ മുത്തേ നിനക്ക് പറ്റിയത്? ഇല്ല മുത്തശ്ശി, ഞാനേ പോകാ.